ഒരിക്കലും തന്നെ മനുഷ്യനാണെന്ന് പോലും പരിഗണിക്കാതിരുന്ന ജനങ്ങൾക്കിടയിൽ ജീവിച്ച് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ആദരണീയനായ വ്യക്തികളിൽ ഒരാളായി മാറിയ സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഒരു അബ്സീനിയൻ വംശജനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതൽക്ക് ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യ ബിൻ ഖലഫ് മക്കയിലെ ഖുറൈശി ഗോത്രത്തിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു. ഉമയ്യയുടെ കീഴിലെ കഷ്ടതകളും അടിച്ചമർത്തലുകളും സഹിച്ച് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രചരണത്തിനെ കുറിച്ച് അറിയുന്നത്. ഏകദൈവം എല്ലാവർക്കും തുല്യത തുടങ്ങി ഇസ്ലാമിക സന്ദേശങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ തന്നെ സ്പർശിച്ചിരുന്നു. വരാനിരിക്കുന്ന അപകട സാധ്യതകൾ മുന്നിൽ കണ്ടിട്ട് അദ്ദേഹം പൂർണ്ണ ഹൃദയത്തോടുകൂടി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരുന്നു. വിശ്വാസം ആഴപ്പെടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ധൈര്യവും വളരുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഉമയ്യ ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഈ വിശ്വാസത്തെ കുറിച്ച് അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് കഠിനമായ പീഡനങ്ങളാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നേരിടേണ്ടി വന്നത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നെഞ്ചിന് വലിയ കല്ലുകൾ വെച്ച് കിടത്തിയും മക്കയുടെ തെരുവുകളിൽ തറയിലൂടെ വഴിച്ചഴിച്ചുകൊണ്ട് മർദ്ദിച്ചിട്ട് അദ്ദേഹം തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഇത്രയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അഹദ് എന്ന ഒറ്റ വാക്ക് മാത്രമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ആവർത്തിച്ചത്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കൊടുവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യയുടെ അടുക്കൽ വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തനിക്ക് വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ആദ്യമൊക്കെ ഇതിനെ വിസമ്മതിച്ച ഉമയ്യ പിന്നീട് ഇതിന് സമ്മതിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയൊരു തുക നൽകിക്കൊണ്ട് ഉമയ്യയുടെ അടുക്കൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങുകയും ചെയ്തു. അങ്ങനെ വാങ്ങിയ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കിയിരിക്കുന്നെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീടുള്ള കാലം ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് മുസ്ലിങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തത്. മദീനയിൽ എത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളിയായ ഖൂബ മസ്ജിദ് നിർമ്മിക്കുകയുണ്ടായി. അവിടെ വിശ്വാസികളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതിനായി ബാങ്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയമിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ആരും ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ഒരു അടിമ അവിടെ വെച്ച് ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായി മാറുകയാണ്. പിന്നീടുള്ള കാലം തന്നെ ഏൽപ്പിച്ച ബാങ്ക് വിളിക്കുക എന്ന ചുമതല നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇസ്ലാമിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ആ ഒരു സമയത്താണ് ഇസ്ലാമിന്റെ വഴിത്തിരിവിന് കാരണമായ ബദർ യുദ്ധം സംഭവിക്കുന്നത്. യുദ്ധത്തിൽ വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യയും തമ്മിൽ ഏറ്റുമുട്ടുകയും ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ബദർ, ഉഹദ്, ഖന്തഖ് തുടങ്ങി ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും ബിലാൽ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് താൻ അത്രത്തോളം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോകുകയും പിന്നീടുള്ള കാലം ഇസ്ലാമിന്റെ പ്രബോധനങ്ങളുമായി മുന്നോട്ട് പോകുകയും ചെയ്തു. ശേഷം കുറച്ചു നാളുകൾ കഴിഞ്ഞ് 60-നോടടുത്ത് പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഡമാസ്കസിൽ വെച്ച് വഫാത്തായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നിങ്ങൾക്ക് ആരുടെ ചരിത്രമാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.